നമസ്കാരം, എല്ലാവർക്കും PSC സ്റ്റഡി നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2026 PSC പരീക്ഷകളിൽ ചോദിച്ച ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? തൈറോക്സിൻ, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിനാണ്. ഗർഭകാലത്ത് മാത്രം സ്ത്രീ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. അടുത്തത്, ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? റൈനോ വൈറസ്, HIV വൈറസ്, സ്ട്രെപ്റ്റോകോക്കസ്, ബാക്ടീരിയോഫേജ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി റൈനോ വൈറസ് ആണ്. അടുത്തത്, യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏതാണ്? ആർത്രൈറ്റിസ്, ഗൗട്ട്, ടെറ്റനി ഇവയൊന്നുമല്ല. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഗൗട്ടാണ്. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കമാണ് ഗൗട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഫീമെയിൽ അനോഫിലസ് കൊതുക്, ഈഡിസ് കൊതുക്, ഫീമെയിൽ ക്യുലെക്സ് കൊതുക് ഇവയൊന്നുമല്ല. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഫീമെയിൽ അനോഫിലസ് കൊതുക്. മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഫീമെയിൽ അനോഫിലസ് കൊതുകാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഇവയൊന്നുമല്ല. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്താണ് ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? സൈനോ ഏട്രിയൽ നോഡ്, വൃക്ക, തലച്ചോറ്, പാൻക്രിയാസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സൈനോ ഏട്രിയൽ നോഡ്. മനുഷ്യ ശരീരത്തിലെ പേസ് മേക്കർ എന്നറിയപ്പെടുന്ന അവയവമാണ് സൈനോ ഏട്രിയൽ നോഡ്. അടുത്തത്, സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ കെ, വിറ്റാമിൻ ഇ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. വിറ്റാമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് വിറ്റാമിൻ ഡി. അടുത്തത്, പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? പ്രകാശ സംശ്ലേഷണം, വിഘടനം, ഓക്സീകരണം, ബാഷ്പീകരണം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വിഘടനമാണ്. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് വിഘടനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡോട്ട്സ്, ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? എയ്ഡ്സ്, പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി, ക്ഷയം. കറക്റ്റ് ആൻസർ വരുന്നത് ക്ഷയരോഗമാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഏതാണ്? നിരാമയ, സമ്പൂർണ്ണ, ശൈലി, ഇ ഹെൽത്ത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ശൈലിയാണ്. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് ശൈലി. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? ചിക്കൻ ബോക്സ് വൈറസ്, HIV, പോളിയോ വൈറസ്, റൈനോ വൈറസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. HIV ആണ്. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസാണ് HIV. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം? മെനിഞ്ചസ്, പെരിക്കാർഡിയം, മൈലിൻ ഷീത്ത്, പ്ലൂറാസ്ഥലം.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മെനിഞ്ചസ് ആണ്. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. അടുത്തത്, കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പെല്ലാഗ്ര, ബെറിബറി, ഓസ്റ്റിയോപോറോസിസ്, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓസ്റ്റിയോപോറോസിസ്. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ക്ഷയരോഗം, ഡിഫ്തീരിയ, ആന്ത്രാക്സ്, നിപ്പ. ബാക്ടീരിയ രോഗമല്ലാത്തത് നിപ്പയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം: കുട്ടികളുടെ വിദ്യാഭ്യാസം ഉയർത്തുക, ഭക്ഷ്യവിതരണം ശക്തമാക്കൽ, കാർഷിക വിളകളുടെ ഉൽപ്പാദനശേഷി കൂട്ടുക, മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ്. അടുത്തത്, കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം: പക്ഷാഘാതം, പ്രമേഹം, അതിരോസ്ക്ലെറോസിസ്, ഹൃദയാഘാതം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അതിരോസ്ക്ലെറോസിസ് ആണ്. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് അതിരോസ്ക്ലെറോസിസ്. അടുത്തത്, കേരളത്തിൽ കടലിൻ്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം ഏതാണ്? വനനശീകരണം, അത്യാവശ്യമല്ലാത്ത മരങ്ങൾ, മണൽ ഖനനം, മണ്ണിൻ്റെ ഉയർച്ച. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മണൽ ഖനനമാണ്.